എല്ലാ കഥകളും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ ആധുനിക കാലത്ത് പറയുന്ന പോലെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് തോന്നും. അതാണ് അങ്ങയുടെ കഥയുടെ പ്രത്യേകതകൾ. വെറും 200-ൽ പരം കഥകളിൽ മാത്രം ഒതുക്കി ഒരു 2000-ത്തിലധികം കഥകൾ കിട്ടേണ്ട നമ്മൾ നഷ്ടമായത് അനുവാചകർക്കാണ്. കഥകൾ കുറഞ്ഞുപോയി എന്നുള്ള ദുഃഖം അങ്ങേക്കുണ്ടോ? ഒരു കാലത്തുമില്ല. കാരണം ഒന്നുകൂടി പറയാം, മലയാളത്തിലല്ല ഇന്ത്യയിൽ ഒരു കഥക്ക് ഏറ്റവും വലിയ റെമ്യൂണറേഷൻ വാങ്ങുന്ന വ്യക്തി ഞാനാണ്. അതെ, മലയാളത്തിലല്ല, ഇന്ത്യയിൽ. അല്ല, അപ്പോൾ കഥകൾ അല്ല, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് നഷ്ടമുണ്ടായത് അങ്ങേക്കല്ല, നമ്മളൊക്കെ വായിക്കുന്നവർക്കാണ്, അനുവാചകർക്കാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. കൂടുതൽ കഥകൾ വന്നിരുന്നുവെങ്കിൽ മലയാളം കൂടുതൽ സമ്പുഷ്ടമായേനെ, വായിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷമായേനെ, സംതൃപ്തിയായേനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങയുടെ കഥകൾ കുറഞ്ഞു പോയി എന്നുള്ള ഒരു പരാതിയാണ് ഒരു വായനക്കാരൻ നിലയിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ചത്. ഇത് തന്നെ ധാരാളമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇത്രയും എഴുതിയില്ലേ, അത് തന്നെ ധാരാളം. എന്താണ് ഈ കഥകൾക്ക് ഒരു ശില്പഭദ്രത നൽകാനായിട്ട് അങ്ങ് ഉപയോഗിക്കുന്ന ഒറ്റമൂലി എന്താണ്? അതിപ്പോൾ ആധുനിക എന്താണ് കഥാകാരന്മാർ അറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞു തരില്ല എന്ന് അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരു മൂലിയുമില്ല. ഓ ഹെൻറി പറഞ്ഞിട്ടുണ്ട്. ഓ ഹെൻറി ചെറുകഥയുടെ മാസ്റ്റർ, ലാസ്റ്റ് ലൈഫ് എന്ന വിഖ്യാതമായ കഥ എഴുതിയ കഥാകൃത്ത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതേമാതിരി ഒരു ചോദ്യം ഓ ഹെൻറിയോട് ചോദിച്ചപ്പോൾ ഓ ഹെൻറി പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി എഴുത്, നീ നിന്റെ ഒരു ശില്പഭദ്രതയെക്കുറിച്ചോ അതല്ലെങ്കിൽ എങ്ങനെ ഇത് ആളുകൾ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും നീ വ്യാകുലപ്പെടേണ്ട, നീ കപലപ്പെടേണ്ട. നീ നിൻ്റെ സന്തോഷം എങ്ങനെയൊക്കെയാണ് നിന്നെ പ്രേരിപ്പിക്കുക, അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പം അങ്ങ് പറഞ്ഞു വരുന്നത് അങ്ങയുടെ സന്തോഷത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഓരോ കഥകളും. അതാണ് ഈ നന്മയുടെ വശം. അങ്ങയുടെ മനസ്സുകൊണ്ടങ്ങ് വളരെ നന്മയുള്ളവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശത്രുക്കളുണ്ട്, അവർ വിരോധം കൊണ്ട് പലതും പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, കഥ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, അങ്ങയുടെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്കെല്ലാം അറിയാം വളരെ നന്മയുള്ള മനുഷ്യനാണെന്ന്. പക്ഷേ കഥകളിലൊന്നും ഈ പറയുമ്പോൾ ഈ ദുഷ്ടകഥാപാത്രങ്ങൾ കടന്നെത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങയുടെ നന്മയാണ് ഇതെല്ലാം പ്രതിഫലിക്കുന്നത്. നിങ്ങൾ MN വിജയനെ കുറിച്ച് ചോദിച്ചു. വേറെ പലരും ഉണ്ട്, ഞാൻ അത് പറയാം. MN വിജയനെ കുറിച്ച് ഞാൻ പറയാം. വിജയൻ